ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിൻ ട്രിപ്ലെറ്റ്സ്. അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കാണിത്. നല്ല ടേസ്റ്റും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് പാൽപ്പേട ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അമൃതപ്പൊടി റോസ്റ്റ് ചെയ്തെടുക്കാൻ ഞാനിവിടെ അടി നല്ല കട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ഗ്ലാസ് അമൃതപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമൃതപ്പൊടി റോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ കരിയാൻ സാധ്യത ഉണ്ട്. പെട്ടെന്ന് ഇളക്കി കൊടുക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അമൃതപ്പൊടി കൊണ്ട് ഇതേപോലെ വ്യത്യസ്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടാകുന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കണ്ടൊന്ന് വാച്ച് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതായിട്ട് നമ്മൾ അമൃതപ്പൊടി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 5 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 9 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി കൂടുന്നതിനനുസരിച്ച് സാധനത്തിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അടുത്ത് ഞാനിവിടെ നെയ്യാട്ടോ ചേർക്കുന്നത്. നെയ്യ് ഇതേപോലെ ഉരുക്കിക്കാണ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഇളക്കാൻ കഴിയും. നെയ്യ് ആവശ്യത്തിനനുസരിച്ച് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ഞാൻ വീഡിയോ കിട്ടിയിട്ടില്ല. അത് പാൽപ്പേടക്കില്ലത് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഈ പാൽപ്പേട ഒന്ന് സെറ്റാക്കാൻ നമുക്ക് പാത്രം എടുക്കണ്ട. അത് ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം പ്രസ് ചെയ്ത് അമർത്തി വെക്കണം. അതാക്കൊണ്ട് നല്ലോണം പ്രസ് ചെയ്ത് അമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാക്കൊണ്ട് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ചെറുതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പിൽ വരഞ്ഞു കൊടുക്കുക. ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. അങ്ങനെ 2 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാട്ടോ. അപ്പോൾ അതാക്കണോ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കിയ പാൽപ്പേട തയ്യാറായിട്ടുണ്ട് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.